ഒരു പക്ക കേരള സ്റ്റൈൽ ഡേറ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് ഒരു 8 മണിക്ക് അല്ലെങ്കിൽ മാക്സിമം ഒരു 9 മണി വരെ പോകാം. അതിനുള്ളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് പുട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പുട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പുട്ടിൻ്റെ കൂടെ ചെറുപയറോ അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെ കടലയോ കഴിക്കാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുട്ട് കടല അത് 1:1 റേഷ്യോയിൽ വേണം എടുക്കേണ്ടിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു പുട്ടാണ് എടുക്കണേ അതേ അളവിൽ തന്നെ കടല എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ പുട്ടിൻ്റെ കൂടെ പഴം, പുട്ടിൻ്റെ കൂടെ പഞ്ചസാര അതൊന്നും ഉപയോഗിക്കരുത്. പിന്നെ ഇഡ്ഡലി കഴിക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഇഡ്ഡലി ആണെങ്കിൽ നിങ്ങൾ എടുക്കുന്നത് ഇഡ്ഡലി ആണെങ്കിൽ ഒരു 4 ഇഡ്ഡലി വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ കറിയായിട്ട് നമുക്ക് ചട്നിയോ സാമ്പാറോ എടുക്കാവുന്നതാണ്. പിന്നെ ദോശ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ 2-3 ദോശ എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചട്നിയോ സാമ്പാറോ എടുക്കാവുന്നതാണ്. ഉപ്പുമാ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ 1 കപ്പ് അല്ലെങ്കിൽ മാക്സിമം 1.5 കപ്പ് വരെ ഉപ്പുമാ നമുക്ക് കഴിക്കാം. നമ്മൾ ഉപ്പുമാ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കൂടുതലായിട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ബ്രെഡ് ഓംലെറ്റ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ബ്രെഡ് ചൂസ് ചെയ്യണ കാര്യത്തിലാണ്. ബ്രൗൺ ബ്രെഡ് വേണം ചൂസ് ചെയ്യേണ്ടത്. കാരണം ബ്രൗൺ ബ്രെഡിൽ കൂടുതലായിട്ട് ഫൈബറിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. പിന്നെ ഓംലെറ്റ് 1-2 മുട്ടയുടെ ഓംലെറ്റ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ പൂരി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നോർമൽ സൈസിലുള്ള 4 പൂരി വരെ ഉപയോഗിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ പൊട്ടറ്റോ കറി വേണ്ട, അതിന് പകരമായിട്ട് മിക്സ് വെജിറ്റബിൾ കറി എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയിൽ ഒരു 11-11:30 എന്തെങ്കിലും സ്നാക്സ് കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ സ്നാക്സിനായിട്ട് നമുക്ക് ഒരു ഒബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വണ്ണമുള്ള പൊണ്ണത്തടിയുള്ള ഒരാളാണെങ്കിൽ അവർക്ക് സാലഡ്സ് കഴിക്കാം. ഒരു നോർമലായിട്ട് വെയിറ്റുള്ള ഒരാളാണെങ്കിൽ റസ്കോ അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഫൈബർ കണ്ടൻ്റുള്ള ഒരുപാട് ബിസ്ക്കറ്റ്സ് അവൈലബിൾ ആണ്, അതെന്തെങ്കിലും കഴിക്കാം. പിന്നെ ലഞ്ച് എന്ന് പറയുന്നത് 1 മണിക്ക് തന്നെ കഴിക്കാൻ മാക്സിമം നോക്കണം. ലഞ്ചിൽ അരി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മട്ട അരി എടുക്കാൻ ശ്രദ്ധിക്കണം. പോളിസ്റ്റർ റൈസ് ഉപയോഗിക്കേണ്ട. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഫിഷ് കറി ഉപയോഗിക്കാം, പക്ഷേ ഫ്രൈ ഫിഷ് വേണ്ട. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് അതായത് ഫൈബർ കണ്ടൻറ്റ് നാരടങ്ങിയ വെജിറ്റബിൾസ് കൂടുതലായിട്ട് എടുക്കുക. പയറ് വർഗ്ഗങ്ങൾ എടുക്കുക. പിന്നെ തൈരോ മോരോ അതിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ റൈസിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ അതായത് ചോറ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നതിന് മുമ്പായിട്ട് സാലഡ്സ് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ കുക്കുംബർ നല്ലൊരു സാലഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരിതാണ്. പിന്നെ നമുക്കൊരു 4-4:30 എന്തെങ്കിലും സ്നാക്സും ടീയും നമ്മൾ കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു റസ്കോ അല്ലെങ്കിൽ ഫൈബർ കണ്ടൻ്റുള്ള ബിസ്ക്കറ്റോ എന്തെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കോഫി ടീ അത് ഒരു 2-3 തവണ നമുക്ക് എടുക്കാം. അത് പാലൊഴിച്ചത് തന്നെ, പക്ഷേ നമ്മൾ ഷുഗർ അതായത് പഞ്ചസാര ആഡ് ചെയ്യാൻ പാടില്ല. പിന്നെ രാത്രിയിലെ കാര്യമാണ്. രാത്രി അതായത് ഡിന്നർ നമുക്കൊരു 8 മണിക്ക് അല്ലെങ്കിൽ നമ്മൾ കിടക്കണതിന് 2 മണിക്കൂർ മുന്നെയെങ്കിലും കഴിക്കാൻ നോക്കണം. അതിന് നമുക്ക് ചപ്പാത്തി എടുക്കാം, ഗോതമ്പ് ദോശ എടുക്കാം, ഓട്സ് എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉച്ചയ്ക്ക് വെച്ച കറിയുടെ അതായത് മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ എന്തെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആട്ട സെലക്ട് ചെയ്യേണ്ടത് ഹോൾ വീറ്റ് ആട്ടയാണ് സെലക്ട് ചെയ്യേണ്ടത്, റിഫൈൻഡ് ആട്ട വേണ്ട. പിന്നെ നമുക്ക് ഓട്സ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഡിന്നർ എന്നൊക്കെ പറയും. അപ്പോൾ ഓട്സ് നമുക്കൊരു ഫില്ല് ചെയ്യുകയും ചെയ്യും, അത് എടുക്കാവുന്നതാണ്. പിന്നെ എല്ലാവർക്കും ഡയബറ്റിക് പേഷ്യൻസിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉള്ള ഒരു ഡൗട്ടാണ് എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കാമോ അല്ലെങ്കിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് എനിക്ക് കഴിക്കാം എന്നുള്ളത്. അപ്പോൾ അത് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ട്സും ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാം, പക്ഷേ ഫ്രൂട്ട് ജ്യൂസ് വേണ്ട. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് ഉള്ള ഒരു രീതിയാണ് നമ്മൾ നോക്കേണ്ടത്. എന്തൊക്കെ കഴിക്കാമെന്നുള്ളതിന് ഓൾമോസ്റ്റ് എല്ലാം കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ നമ്മൾ ആ ഒരു രീതി അതായത് ഇപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ആപ്പിൾ എടുക്കുകയാണെങ്കിൽ അതായത് ഒരു ആപ്പിൾ എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം നമുക്ക് 2 ചെറിയ പഴം കഴിക്കാം. മൂന്നാമത്തെ ദിവസം നമുക്ക് ഒരു ഓറഞ്ച് കഴിക്കാം. 4ാമത്തെ ദിവസം നമുക്കൊരു മൊസാമ്പി കഴിക്കാം. അങ്ങനെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ ഒരു സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരി കിട്ടും, അതൊരു 10 എണ്ണം കഴിക്കാം. അങ്ങനെ ഓരോ ദിവസം ഓരോ ഫ്രൂട്ടായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. അപ്പോൾ ഇതാണ് കേരള സ്റ്റൈൽ
ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ഒരു ദിവസത്തെ ഫുൾ ഡയറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്